പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തക്കാളി, മഞ്ഞൾപ്പൊടി, വെള്ളം, വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമ്മളിത് 2 വിസിലെടുക്കുന്നുണ്ട്. ഇതിന് അരപ്പ് റെഡിയാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കായമിട്ട് ഒന്ന് പൊരിഞ്ഞതിന് ശേഷം 1 സ്പൂൺ പരിപ്പ്, 1 സ്പൂൺ ഉഴുന്ന്, 1/2 സ്പൂൺ ഉലുവ, 2 സ്പൂൺ മല്ലി, ആവശ്യത്തിനുള്ള വറ്റൽമുളക് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടതായിട്ട്. ഇനി ഇതിലേക്ക് നാളികേരം, കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കുരുമുളക്, ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത് വന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ വേവായി വന്ന പരിപ്പിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം 1 വിസിലെടുക്കുന്നുണ്ട്. വെന്ത് വന്ന കഷ്ണത്തിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വാളംപുളി കൂടി. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ, ഒരല്പം മല്ലിയില കൂടി. ഇനി താളിപ്പ് റെഡിയാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്.